ഞാൻ ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കുവാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ₹1 കോയിൻ. അപ്പോൾ നമ്മുടെ ഞാൻ ക്രിയേഷൻസ് എന്ന ചാനലിൽ വീഡിയോ ഷെയർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് സാരിയും ചുരിദാറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഗിവ് ചെയ്യുന്ന സാരിയാണ് ഗ്രീൻ സാരിയിൽ ഇതുപോലെ ബ്ലൂ ലൈൻ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് സാരി. ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാരി. ബ്ലാക്കിൽ ഗോൾഡൻ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ സാരികളെല്ലാം എടുത്തിരിക്കുന്നത് ജയലക്ഷ്മി എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇതുപോലത്തെ പിങ്ക് സാരി, ഇതുപോലെ കസവ് ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ സെയിം അതുപോലെ തന്നെ ഒരു ബ്ലൂവിൽ ഇതുപോലെ ബോർഡറിലൊക്കെ കസവ് വന്നിട്ടുള്ള സാരിയാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 3 ചുരിദാർ മെറ്റീരിയൽ കൂടിയുണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. ഇതാ കണ്ടില്ലേ, മോഡൽ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതാ ഷോളും ബോട്ടത്തിൻ്റെയും പീസാണ് ഈ കാണുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ആരി വർക്ക് വന്നിട്ടുള്ള ഡിസൈൻ. അതിൻ്റെ ഷോള് ഷിഫോണാണ്. ഇതിൻ്റെ ബോട്ടം ഇതാ ഒത്തിരി ബോട്ടൊക്കെ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ടോപ്പിൻ്റെ തുണി, ഇത് ബോട്ടം, ഇത് ഷോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരിദാറും സാരിയൊക്കെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ വഴി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ നെക്ക് ഡിസൈനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഇത്രയുള്ളൊരു ഷീറ്റാണ് വേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം. ലെങ്ത്ത് ഒരു 8 ഇഞ്ചോളം എടുക്കുക. വീതി ഒരു 6 ഇഞ്ചോളം വീതി എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ വീതിയാണ്. അപ്പോൾ എൻ്റെ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 3 ഇഞ്ച് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി താഴത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെക്ക് വീതിയും അതുപോലെ നെക്ക് ലെങ്ത്തും വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ നിന്നും കറക്റ്റ് 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ഇതൊരു കോളം പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. നമ്മൾ എല്ലാ ദിവസവും ലൈവായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ ഉള്ളതാണ്. ഫ്രീ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറ്റുന്ന എല്ലാവരും നമ്മുടെ ക്ലാസ്സിലൊന്ന് ചേരുക കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടാവേ 11 മണിക്ക് രാവിലെ ഉണ്ടാവും. ഇനി ലൈവിൽ വരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ആവും. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് നല്ല വൈഡായിട്ടൊരു യു നെക്ക് അങ്ങോട്ട് വരച്ച് എടുക്കണം. ഇതുപോലത്തെ ഒരു യു നെക്ക് ഞാൻ വരച്ചെടുത്തു. ഇനി നമ്മളിതിൽ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് 1 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ യു നെക്ക് വരച്ചില്ലേ, അതിൻ്റെ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ടായിരിക്കണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ നെക്ക് ഉണ്ടല്ലോ വേറൊരു പേന വെച്ചിട്ടാണ് ഇതുപോലെ വരക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് നമ്മൾ അതേ ഷേപ്പിൽ 1 ഇഞ്ച് എന്നുള്ള ഗ്യാപ്പിൽ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കോയിൻ എടുക്കുക. കോയിൻ എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ നമുക്ക് അടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അരയിഞ്ച് ഗ്യാപ്പ് ഇടില്ലേ, അത് ഇതുപോലെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് കോയിൻ എടുക്കുക. കോയിൻ എടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. സെയിം ഇതുപോലെ തന്നെ താഴത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ വരച്ച് ആ ഷേപ്പിൽ വരച്ച് എടുക്കണം. അപ്പോൾ അറ്റം വരെ നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് എടുക്കണം. ഇനി മുകളിൽ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഗ്യാപ്പ് നമുക്ക് അങ്ങോട്ട് പോയിക്കൊള്ളേ, ഇല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരില്ല. ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ തുണി വെട്ടുന്ന കത്രിക നിങ്ങൾ ഉപയോഗിക്കരുത്. എൻ്റെ തുണി വെട്ടുന്ന കത്രിക ഇതാണ്. പക്ഷെ ഞാൻ അത് വെച്ചിട്ട് ക്യാൻവാസ് ഒന്നും കട്ട് ചെയ്യാറില്ല. കാര്യം ക്യാൻവാസും പേപ്പർ തന്നെയാണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ കത്രികയുടെ മൂർച്ചയൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കസേര എന്നാണ് എനിക്ക് പറയുന്നത്, പ്ലാസ്റ്റിക് കത്രിക എടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ വായിൽ കസേര എന്നേ വരത്തുള്ളൂ, എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മുടെ യു നെക്കില്ലേ അതങ്ങോട്ട്
ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കണം. ദേ ഇന്ന് വെക്കാൻ പോകുന്ന നെക്ക് ഡിസൈനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കിട്ടുകയുള്ളൂ. നമ്മൾ കൈ കൊണ്ടൊക്കെ വരക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണമെന്നില്ല. ഇനി ക്യാൻവാസ് നമുക്കൊരു തുണിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന തുണിയിൽ ഒട്ടിക്കുക. അപ്പോൾ തുണിയിൽ ഒട്ടിക്കുമ്പോൾ തുണിയുടെ ഉൾവശത്ത് വേണം ഒട്ടിക്കുവാനായിട്ട്. ഇതാണ് തുണിയുടെ നല്ല വശം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതെ ഞാനൊരു നീളത്തിലെ തുണിയിലാണ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് എടുത്തത് അതിൻ്റെ ഉൾവശത്ത്. ഇനി നമുക്ക് ഈ തുണി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് വേണം ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എവിടെയാണെന്നറിയോ സ്റ്റിച്ച് ചെയ്യേണ്ടത്? ഈ ഭാഗത്തു കൂടിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെയല്ല, ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സാവകാശം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സാവകാശം കറക്റ്റ് അതേ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ സ്ലോ സ്റ്റിച്ചിലൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തു. ഇനി നമ്മൾ സാധാരണ നെക്ക് ചെയ്യൂലേ, ഓരോ എഡ്ജും ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്കത് നന്നായിട്ട് ഉരുണ്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മളുടെ കൈ വെച്ചിട്ട് കറക്റ്റ് ആ ഡിസൈൻ ഇല്ലേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഞാൻ ഈ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടോ. ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ടതുണ്ടല്ലോ, ക്യാൻവാസ് നമ്മളുടെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിപ്പോയി അല്ലേ. അപ്പോൾ നമുക്കിനി നെക്ക് അടിക്കണ്ടേ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്യാൻവാസിൻ്റെ കറക്റ്റ് അളവ് കിട്ടും. ഇപ്പോൾ കണ്ടോ, തെളിഞ്ഞു വരുന്ന കണ്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു പേന വെച്ചിട്ട് കറക്റ്റ് ആ അളവിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ നെക്ക് ഡിസൈൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ ചുരിദാറിൻ്റെ പീസ് ഇതുപോലെ വെക്കുക. ചുരിദാർ പീസിൻ്റെ ഉൾവശം വേണം വെക്കുവാനായിട്ട്. ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഇതാ നമ്മൾ മാർക്ക് ചെയ്ത വശമില്ലേ, ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതുപോലെ വെച്ചു. ഇനി ഈ ടോപ്പിൻ്റെ സെൻറ്ററും ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതെ നമ്മളുടെ ഈ തുണിയും ഇതുപോലെ രണ്ട് സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റ് ഇതുപോലെ വെക്കുക. പിന്നെ ആ മാർക്ക് ചെയ്ത ഭാഗം വേണം ഫ്രണ്ടിൽ ഇതുപോലെ വെക്കുവാൻ. എന്നാലേ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇനി ആദ്യമേ നമുക്കിതിൽ ചേർക്കേണ്ടത് നടുക്ക് ഒരു സ്റ്റിച്ചിങ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അറ്റം വരെ ചേർത്തിട്ടോ, ഇവിടെ ചെയ്യാൻ പാടില്ല, അതാ ഇവിടം വരെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മറിഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ വരച്ചിട്ടുണ്ടല്ലോ, കറക്റ്റ് ഇതേ അളവിൽ വെച്ചിട്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഒരു 1/2 ഇഞ്ച് നീക്കി നമ്മളുടെ നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഓരോ ഇഞ്ച് ഇടവിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലത്തെ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശമാണിത്. ഇത് നേരെ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുവാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിൽ 1 രൂപയുടെ കോയിൻ വെച്ചിട്ട് ഇതുപോലെ നെക്ക് ഡിസൈൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ടോപ്പിൻ്റെ തുണി കൊണ്ടിട്ട് ഇതുപോലൊരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ അറ്റം വരെ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാനിതുപോലെ കൊടുക്കുന്നില്ലേ, ഞാൻ കറക്റ്റ് ഇത് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ഡിസൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്കിത് തുണിയെല്ലാം ഇതുപോലെ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ തുണി കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോയിക്കോളും.
ഇനി നമുക്ക് ഇതിൻ്റെ മീതെയും ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്ക് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ 2 ഭാഗവും നമുക്ക് ഇതുപോലെ ഷോൾഡർ പോയി കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ കോയിനിൻ്റെ പോലെ ഇതുപോലെ ഇവിടെ നിന്ന് ഡിസൈൻ നമുക്ക് ഇതുപോലെ ഇവിടെയും ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ നെക്ക് ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ആരും മറക്കരുത്. സാരിയും ചുരിദാറൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 11 മണിക്ക് ലൈവ് ആരും മറക്കേണ്ട. നമുക്കിനി ലൈവിൽ കാണാം. താങ്ക്